ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ മെയിൻ വർക്ക് എന്ന് പറയുന്നത് മോളെ ക്രാബ്സ്, മുടിക്കെട്ട്, പിന്നെ ഹെയർ ബാൻഡ്, ക്ലിപ്സ്, പിന്നെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാട്ടർ ക്ലീൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതൊക്കെ വാട്ടർ ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചതാണ്. കഴുകാൻ പറ്റാത്തതൊന്നും കഴുകിയിട്ടില്ല, കഴുകാൻ പറ്റുന്നതൊക്കെ കഴുകിയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസി മേടിച്ചു തന്നിട്ടുള്ളത് എൻ്റെ മൂത്തമ്മയായിരുന്നു. മൂത്തമ്മ 4 വർഷത്തോളം അന്നത്തെ കാലത്ത് സൗദിയിലായിരുന്നു. അന്ന് എനിക്ക് അതായത് എൻ്റെ 2, 3, 4 1, 2, 3, 4 വയസ്സ് പ്രായത്തിൽ മൂത്തമ്മ സൗദിയിലായിരുന്നു. അപ്പോൾ മൂത്തമ്മ അവിടുന്ന് ഇതുപോലെ ഒരുപാട് മുടിമ കുത്തി ഫാൻസി ഐറ്റംസ് കൊണ്ടുവരും, കൊടുത്തേക്കും, ഡ്രസ്സൊക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഫാൻസി യൂസ് ചെയ്തിരുന്ന സമയം അപ്പോഴായിരുന്നു. പിന്നെ മൂത്തമ്മ വരുമ്പോഴൊക്കെ വാങ്ങാറുണ്ട്, മൂത്തമ്മൻ്റെ മോനും മേടിക്കാറുണ്ട്. പിന്നെ എളാപ്പാരൊക്കെ തരും, പക്ഷെ അത്ര അധികമൊന്നും തരാറില്ല. പിന്നെ എനിക്ക് ഫാൻസി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനും എപ്പോഴും ഫാൻസി മേടിക്കും. ഹെയർ ബാൻഡ് എൻ്റെ അനിയത്തിക്ക് മേടിച്ചു കൊടുക്കും. കയ്യിൽ ചില്ലറ കിട്ടിയാൽ ഞാൻ ഫാൻസിയാണ് മേടിക്കുക. കുപ്പിവള, പിന്നെ ഇതുപോലെ മുടിക്കെട്ട്, ക്ലിപ്സ്, ഇങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഞങ്ങൾ അടുത്ത വീട്ടിലൊരു ഐഷാത്ത ഉണ്ടായിരുന്നു, അവർ മദ്രാസിലുള്ള. അപ്പോൾ അവർ ഒരു ദിവസം അവരെ പിന്നെ അലമാര തുറന്നിട്ട് എനിക്ക് കാണിച്ചു തന്നു. 3 തട്ട് മുടിമ കുത്തിയ. അത്രയും മുടിമ കുത്തിയ ഒരാൾക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത്രയ്ക്കുണ്ടായിരുന്നു വെറൈറ്റി ഐറ്റംസ്. അപ്പോൾ ഇതിൽ കാണുന്നത് പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞത് മുതൽ ഏകദേശം 2013 മുതലുള്ളത്. പിന്നെ മോള് വന്നതിന് ശേഷം അവൾക്ക് മേടിച്ചതും ഒക്കെയാണ് ഇതിലുള്ളത്. ഇന്ന് വരെ ഉള്ളതുണ്ട്. അപ്പോൾ ഇതിൽ മേടിച്ചതുണ്ട്, ഇക്ക മേടിച്ചതുണ്ട്, ഞാൻ മേടിച്ചതുണ്ട്. ഇക്കൻ്റെ ഏട്ടന് ഗൾഫിൽ നിന്ന് കുറേ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സിസ്റ്റർ ഭർത്താവ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബ്രദർ, സിസ്റ്റർ, അങ്ങനെ പലരും തന്നതൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇത് മുട്ടു പിന്നെ ഈ ഒരു മുല്ലപ്പൂ പിന്നെ കണ്ടില്ലേ, ഇതെൻ്റെ കല്യാണത്തിന് മേടിച്ചതായിരുന്നു. കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളായിരുന്നു. പിന്നെ ചെറിയ ക്രാബ്സ് കണ്ടില്ലേ, ഇത് മൂത്തച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഈ ഒരു 4 എണ്ണം. പിന്നെ ക്രാബ്സ് കണ്ടോ. പിന്നെ ഇത് ബ്രദർ കൊണ്ടുവന്നൊരു ഹെയർ ബാൻഡ്, ഇത് മോളുണ്ടാക്കിയതാണ്. ഇതൊക്കെ മോളെ ചെറുപ്പത്തിലുള്ള കുട്ടിപ്രായത്തിലുള്ള ഹെയർ ബാൻഡായിരുന്നു. പിന്നെ ഇതൊരു ഡസനോളുണ്ടായിരുന്നു ഈ ഒരു ഐറ്റംസ്, മൂത്തച്ഛൻ കൊണ്ടുവന്നതാണ്. ബാക്കിയൊക്കെ എവിടെയെന്ന് അറിയില്ല. ഇതൊക്കെ മുത്തശ്ശൻ കൊണ്ടുവന്നതാണ്. പിന്നെ മോളധികം യൂസ് ചെയ്യുക ഈ ഒരു ബണ്ണ. അതിൻ്റെ മേലൊരു ബണ്ണിട്ട് പിന്നൊക്കെ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. പിന്നെ ഈ ഒരു ബോട്ടിലിൽ നിറയെ സിൽക്ക് റബ്ബറായിരുന്നു, അത് യൂസ് ചെയ്ത് തീരാനായി. പിന്നെ ചെറിയ ബൺസ്, പിന്നെ പലരും കൊണ്ടുവന്നതും ഒക്കെ ഉണ്ട്. ഇത് പിന്നെ പൗഡർ ഇടുന്ന യാർഡ്ലി ലണ്ടൻ പൗഡറൊക്കെ വൈപ്പ് ചെയ്യുന്ന ഒരു സാധനം. ഇഷ്ടമായോ? അപ്പോൾ ഇതെല്ലാ മാസവും ഞാൻ ഇങ്ങനെ വാട്ടർ ക്ലീൻ ചെയ്ത് ക്ലിയറാക്കി വെക്കും. നിന്ന് കേടന്നൊക്കെ ഒഴിവാക്കും. പിന്നെ ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ അതിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കും. പിന്നെ എനിക്ക് എൻ്റെ ഒരു എളാപ്പ, പിന്നെ അതുപോലെ എളാമൊക്കെ ഹജ്ജിന് പോയി വന്നപ്പോൾ കുറച്ചൊക്കെ കൊണ്ടുവന്നിരുന്നു. പിന്നെ ചെറിയ കുട്ടിയെന്നൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പം ഞാൻ അവരെ കുട്ടികൾക്കും കുറേ കൊടുത്തു. നമ്മൾ ഉപയോഗിക്കാത്തത് ഇങ്ങനെ കെടുത്തി കളയണ്ടല്ലോ, ഉപയോഗിക്കണവർ ഉപയോഗിച്ചിട്ട് പലർക്കും കൊടുത്തു. അതിൽ ഉള്ള ബാക്കിയാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇന്നലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ പിന്നെ എനിക്ക് ചെമ്മാട് പോകേണ്ടിണ്ടായിരുന്നു, ഒരു DTP വർക്ക് ചെയ്യാൻ. ചെമ്മാട് പോയി, വില്ലേജിൽ പോയി.
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മേടിച്ചു. അത് കഴിഞ്ഞ് തിരൂരങ്ങാടി പോയി DTP വർക്ക് ചെയ്തു. പിന്നെ വീട്ടിൽ പോയി, മോളെ സ്കൂളിൽ പോയി. വൈകുന്നേരമായി തിരിച്ച് വന്നപ്പോൾ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് പ്രയർ റൂം ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഇത് ക്ലീനാക്കി ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പണി സ്റ്റോപ്പ് ചെയ്തത്. ഇനി ഇതൊക്കെ ഇപ്പോൾ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം എടുത്ത് പിന്നെ ഈ ഒരു ബാസ്ക്കറ്റിൽ വെക്കണം. എന്നിട്ട് അത് സ്റ്റഡി ടേബിളിൻ്റെ താഴെ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് കാണിക്കാനുള്ളത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതിയ വീഡിയോയുമായിട്ട് ഞാൻ നാളെ വരാം. ബായ്, അസ്സലാമു അലൈക്കും.